ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു വിനീസ് എഡ്യൂക്കെയർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്ലാസ് 10 ICSE സ്റ്റുഡൻസിൻ്റെ എക്സാമിനുള്ള പോർഷൻ രണ്ട് പോയമുണ്ട്. അതിനകത്തുനിന്ന് ഒരു പോയമായിട്ടാണ്. ദ പോയംസ് നെയിം ഇസ് എ പേട്രിയോട്ട് ബൈ റോബർട്ട് ബ്രൗണിംഗ്. Okay, Robert Browning was a famous poet of the Victorian age. This poem is written in the form of a dramatic monologue where a man who is being led to the gallows is recounting his tale. The speaker recalls that exactly a year ago he had been led down this very street with crowds of people cheering him and scattering roses in his path. He was a hero being welcomed by his adoring fans. A year later, he has been tried, convicted, and is being led away to be put to death. How short is public adulation and memory, and how fickle is praise and glory. A year ago, roses and fame. Today, he is left with nothing but shame and death. A grim reminder that life is uncertain. Yet, the poem ends on a note of optimism. Browning's own philosophy that God is in his heaven and all is right with the people is note on which the poem closes. The patriot believes that it is God who will reward him according to his true merit. ഞാനിപ്പോൾ വായിച്ചത് റോബർട്ട് ബ്രൗണിൻ്റെ ഇൻട്രൊഡക്ടറി പേജിലാണ് ഇത് കൊടുത്തേക്കുന്നത്. സോ ബേസിക്കലി ഈ പോയം എന്താണ് റെഫർ ചെയ്യുന്നത്? ദ ഷോർട്ട് ലിവ്ഡ് പബ്ലിക് ഫെയിം ആൻഡ് ഗ്ലോറി. ആൾക്കാർ നമ്മൾ നന്മ ചെയ്യുമ്പം നമ്മളെ അങ്ങ് പൊക്കി വയ്ക്കും. പക്ഷേ അതേ ആൾക്കാർ നമ്മുടെ ഒരു ചെറിയ തെറ്റ്, ഒരു പക്ഷേ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, എന്നാലും തെറ്റ് ചെയ്തു എന്ന് കരുതി നമ്മളെ അംഗീകരിച്ചതിൻ്റെ ഡബിൾ ഫോഴ്സിൽ അവർ നമ്മളെ ദ്രോഹിക്കും. റൈറ്റ്? സോ ആ ഒരു ഫിക്കിൾ മൈൻഡഡ്നെസ് ഓഫ് പീപ്പിൾ ആണ് ഇതിനകത്ത് മെയിനായിട്ട് കാണിച്ചേക്കുന്നത്. സോ MCQയിൽ വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ, റോബർട്ട് ബ്രൗണിംഗ് എന്ന പോയറ്റ് ഏത് ഏജിലത്തെ പോയറ്റാണ് എന്ന് ചോദിക്കാം. സോ റിമെമ്പർ, ഹീ ഈസ് ഫ്രം വിക്ടോറിയൻ ഏജ്. പിന്നെ ഇത് ഏത് വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഓഫ് ദിസ് പോയം എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദി ഫോം ഓഫ് എ ഡ്രമാറ്റിക് മോണോലോഗ്. And the speaker, why it is called dramatic monologue? Because the words are that of the speaker. Okay, now public adulation and memory is short lived, അതാണ് ഇതിൻ്റെ ഒരു തീം. Then the fickle mindedness of people, and also how fickle the praise and glory is. Okay, then optimism. ദൈവം മുകളിലുണ്ട്, അദ്ദേഹത്തിനറിയാം, അദ്ദേഹം എല്ലാം കാണുന്നുണ്ട്, അദ്ദേഹത്തിനറിയാം ആരാണ് തെറ്റ് ചെയ്യുന്നവൻ, ആരാണ് തെറ്റ് ചെയ്യാത്തവൻ. സോ optimism is the note on which the poem ends. I hope I'm clear. Now let us move on to the poem. It was roses and roses all the way, with myrtle mixed in my path like mad. The house roofs seemed to heave and sway. The church spires flamed, such flags they had a year ago on this very day. So, the speaker of this poem is actually a patriot who is narrating the story of his golden past. അദ്ദേഹം ഒരു പേട്രിയോട്ടാണ്. അദ്ദേഹത്തിന് ഗോൾഡൻ പാസ്റ്റിനെ പറ്റിയുള്ള ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യായിരുന്നു. അപ്പം ഈ നറേറ്റ് ചെയ്യുന്നത് ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞ കാര്യമാണ്. എന്തായിരുന്നു? He is remembering about a day when a year ago he was given a grand welcome on his arrival to the town. വിക്ടോറിയസ് ആയി വന്ന ആളെ ഗ്രാൻഡ് വെൽക്കം തന്ന് അവൻ താമസിച്ചിരുന്ന ആ പേട്രിയോട്ട് താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്തെ ആൾക്കാർ, ടൗണിലെ ആൾക്കാർ എതിരേറ്റതാണ് ഓർക്കുന്നത്. പീപ്പിൾ were throwing roses and myrtles. Roses, show or they refer to the love that people have towards this patriot. ആൻഡ് മേർട്ടിൽ എന്ന് പറയുന്ന ഫ്ലവർ ഉണ്ടല്ലോ, അത് റോസിനെക്കാട്ടിലും കൂടുതൽ എക്സ്പെൻസീവാണ്. ഓക്കെ, അപ്പം അത് കാണിക്കുന്നത്, അത് ഡിനോട്ട് ചെയ്യുന്നത് റെസ്പെക്റ്റിനെയാണ്. സോ റോസ് ഈസ് ഫോർ ലവ് ആൻഡ് മേർട്ടിൽ ഈസ് ഫോർ റെസ്പെക്റ്റ്. ഓക്കെ, സോ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിലൂടെ മൊത്തം ഈ രണ്ട് ഫ്ലവേഴ്സും ഇട്ടുകൊടുത്ത് ആ വഴിയിലൂടെയാണ് ഈ പേട്രിയോട്ടിനെ അവർ നടത്തിച്ചു കൊണ്ടുപോയത്. ഈ ഹൗസസിൻ്റെ മുകളിലൊക്കെ തിക്കും തിരക്കും കൂട്ടി ആൾക്കാർ കയറി നിന്നുകൊണ്ട് ബിൽഡിങ്സൊക്കെ ഇങ്ങോട്ടും അങ്ങോട്ടും സ്വേ ചെയ്യുന്ന പോലെ, ആടുന്ന പോലെ തോന്നിയിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു പേട്രിയോട്ടിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആൾക്കാർ കാണിച്ചിരുന്നത്. അതേപോലെ തന്നെ ആ ടൗണിലത്തെ ചേർച്ചസിൻ്റെ മുകളിലത്തെ സ്പയേഴ്സിലൊക്കെ
ഫ്ലാഗ്സ് വെൽക്കം ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള ഫ്ലാഗ്സ് കെട്ടി വെച്ചിരുന്നു. അതൊക്കെ ഒരാളെ വെൽക്കം ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളൊരു ഒക്കേഷനിൽ ചെയ്യുന്നതാണ്. സാധാരണ അങ്ങനെ ചെയ്യാറില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രമേ ചേർച്ച് സ്പയേഴ്സിൽ ഫ്ലാഗ്സ് ഇടാറുള്ളൂ. സോ ഇതൊക്കെയാണ് നടന്നത് എക്സാക്ട്ലി ഒരു കൊല്ലം മുമ്പ്. സോ ഇന്നത്തെ ദിവസത്തിൽ നിന്നും ഒരു കൊല്ലം മുമ്പ്. സോ ഇന്നത്തെ ദിവസം സംഭവം വേറെ എന്തോ ആണ്. അതിന് മുമ്പുള്ള ഒരു കാര്യം പേട്രിയോട്ട് ഓർത്തെടുക്കുകയാണ്. ഹീസ് നറേറ്റിംഗ്. ഓക്കെ, നൗ ദ സെക്കൻഡ് സ്റ്റാൻസ. സോ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ചേർച്ച് സ്പയേഴ്സ് ഫ്ലെയിംഡ് such flags they had a year ago on this very day. The house roofs seemed to heave and sway. So house roofsനെ sway ചെയ്യുന്ന പോലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പോലെ പറഞ്ഞേക്കുന്നു. So there is the usage of personification. House roof is something which is a non-living thing, and ഊഞ്ഞാൽ ആടുന്ന പോലെ ആടുന്നതിൻ്റെ ആ ഒരു ഫീൽ കൊടുത്തേക്കുന്നുണ്ട്. We can say there is the usage of personification. Now moving on to the next stanza. The air broke into a mist with bells. The old walls rocked with the crowd and cries. Had I said, "Good folks, mere noise ripples, but give me your sun from yonder skies," they had answered. And afterwards, what else? So the same mood is being continued in the second stanza also. ആദ്യത്തെ അതേ മൂഡാണ് സെക്കൻഡ് സ്റ്റാൻസയിലോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിൽ എക്സ്റ്റൻഷനാണ് ഫസ്റ്റ് സ്റ്റാൻസയുടെ. അപ്പോൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ടെല്ലിങ് അസ് ഓഫ് ദി ക്രേസി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ ഓൺ ദ പേട്രിയോട്ട്സ് അറൈവൽ. എന്ത് കാണിച്ചാലാണ് പേട്രിയോട്ടിനെ ഒന്ന് സന്തോഷപ്പെടുത്താൻ പറ്റുക എന്നിങ്ങനെ ആലോചിച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാരുടെ റിയാക്ഷനാണ്. ബെൽസ്, the bells were ringing, the church bells were ringing. Bell rang in order to announce the coming of the patriot. So the bell rang to announce his coming. The old walls of the building, they also seemed to shake with the crowd and their loud cries. അത്രയ്ക്ക് തിക്കും തിരക്കും ബഹളമായിരുന്നു. So everything was like moving, and everywhere we could see a lot of cries, a lot of noises. The bell was ringing, so everything was very much filled with a lot of happiness. They were extending, and they were showing their love in such a manner that maybe the patriot said, "See, all these things are not giving me much of happiness. What I want is that എനിക്ക് ഇതൊന്നും അത്ര സന്തോഷം തരുന്നില്ല. എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളും പ്രയത്നിക്കൂ, നന്മ ചെയ്യാൻ പ്രയത്നിക്കൂ, നല്ലത് ചെയ്യാൻ പ്രയത്നിക്കൂ. So good folks, mere noise ripples, I hate this noise, but give me your sun ഫ്രം യോണ്ടർ സ്കൈസ്. നിങ്ങളുടെ പരമാവധി ശ്രമിക്കൂ ആ സൂര്യനെ പോയി പിടിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ സൂര്യനെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി ശ്രമിക്കൂ. അതാണ് എനിക്ക് സന്തോഷം തരിക." അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നെങ്കിൽ, ഇപ്പോൾ പേട്രിയോട്ട് പറയുവാണ്, അവരുടെ ആ ഒരു ക്രേസിനെസ്സിൻ്റെ ലിമിറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ അവരോട് എന്ത് പറഞ്ഞാലും അവരത് ചെയ്യാൻ റെഡിയായേനെ. സോ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ, പോയി സൂര്യനെ പിടിക്കാൻ നോക്കൂ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അവരെന്നോട് പറഞ്ഞേനെ, ആൻഡ് ആഫ്റ്റർവേർഡ്സ് വാട്ട് ഈസ് ഓക്കെ, ഞങ്ങൾ പോയി സൂര്യനെ പിടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ സൂര്യനെ പിടിക്കാൻ ഞങ്ങൾ നോക്കാം. പിന്നെ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, പറയൂ. സോ all of them were anxious. Now ഇവിടെ അഗെയിൻ ദി ഓൾഡ് വാൾസ് റോക്ക്ഡ് എന്നുള്ളത് വാൾസിനെ റോക്കിംഗ് ചെയ്യുന്ന പോലെ കാണിക്കുന്നതുകൊണ്ട് അഗെയിൻ വി ക്യാൻ സേ ദർ ഇസ് എ യൂസ് ഓഫ് വാട്ട് ഈസ് ഇറ്റ്, പേഴ്സോണിഫിക്കേഷൻ. Now crowd cries-ൽ C sound is being repeated, so there is alliteration. ഇതേപോലെ മുകളിലത്തെ സ്റ്റാൻസിൽ ഞാൻ പറയാൻ മറന്നുപോയത് മെർട്ടിൽ മിക്സ്ഡ്, അത് alliteration ആണ്. റോസസ് ഒരേ വേർഡ് 2 പ്രാവശ്യം റിപ്പീറ്റ് ആകുമ്പോൾ അവിടെ റെപ്പിറ്റീഷൻ എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ടുള്ള പോയറ്റിക് ഡിവൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് മെയിനായിട്ട് ഒരു സംഭവം പറയാനുള്ളത്, നമ്മളുടെ സൂര്യനെ പിടിച്ചിട്ട് വരൂ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ ഒരു പോയറ്റിക് ഡിവൈസ് ഉള്ളതാണ് ഹൈപ്പർബോലെ. ഹൈപ്പർബോലെ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഷുഡ് നോട്ട് ബി ടേക്കൻ ലിറ്ററലി. അതായത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറയുന്ന ആ ഒരു രീതിയെയാണ് നമ്മൾ ഹൈപ്പർബോലെ എന്ന് പറയുന്നത്. സോ അവിടെ സൂര്യനെ പിടിച്ചിട്ട് വരൂ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ, റൈറ്റ്? സോ അവിടെ ദ യൂസേജ് ഓഫ് ഹൈപ്പർബോലെ ഉണ്ട്. ഇവിടെ വേറൊരു സംഭവം ഓർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ,
there is a mythological reference to Icarus, the son of Daedalus. Daedalus എന്ന് പറയുന്ന ആൾ വളരെ ഫേമസ് ഒരു ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റിനോട് വലിയ താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാർ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മകനായ ഐക്കറസിനെയും കൂടി ഒരു വലിയ ടവറിൽ ക്യാപ്ചർ ചെയ്ത് വെച്ചിരുന്നു. ആ ടവറിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വളരെ കഴിവുള്ള ഡിയോഡലസ് എന്ത് ചെയ്യും, അവർക്ക് നിത്യേനം കിട്ടുന്ന മെഴുകുതിരികൾ ഉപയോഗിച്ചിട്ട് ഒരു വിങ് ഉണ്ടാക്കി, വിങ്സ് ഉണ്ടാക്കിയിട്ട് ആ വിങ്സ് ദേഹത്തോട് ഒട്ടിച്ചു. അതും മെഴുകു വെച്ച് തന്നെ ഒട്ടിച്ച് വെച്ചിട്ട് ഈ രണ്ട് പേർക്കും കൂടി 4 ചിറകുണ്ടാക്കിയിട്ട് അവർ ആ ടവറിൻ്റെ മുകളിൽ നിന്നും പറന്നുയർന്നു, ആ ടവറിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി. അപ്പം പറക്കുന്നതിന് മുമ്പ് ഡിയോഡലസ് മകനോട് പറഞ്ഞിരുന്നു, സൂര്യൻ്റെ അടുത്തോട്ട് നീ പോവരുത് മോനെ എന്ന് പറഞ്ഞിരുന്നു. എന്താ കാരണമൊന്നും അന്ന് പറഞ്ഞില്ല, ബട്ട് പോവരുത് എന്ന് പറഞ്ഞിരുന്നു. ഡിയോഡലസ് പറഞ്ഞത് കേൾക്കാണ്ട് ഐക്കറസ് പറന്നു തുടങ്ങിയപ്പോൾ ഐക്കറസിന് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റായി, ഒരു അഹങ്കാരം കയറി. സൂര്യൻ്റെ അടുത്തോട്ട് എനിക്ക് പോയി സൂര്യൻ്റെ പിടിക്കാൻ നോക്കണം എന്നുള്ള ചിന്തയോട് കൂടി അദ്ദേഹം സൂര്യൻ്റെ അടുത്തോട്ട് പോയി. ഈ വാക്സ് വെച്ചുകൊണ്ട് സൂര്യൻ്റെ അടുത്ത് പോയാൽ എന്താവും, അത് മെൽറ്റായി പോകും, റൈറ്റ്? അപ്പോൾ അങ്ങനെ അത് മെൽറ്റായിട്ട് ഈ ഐക്കറസ് എന്ന് പറയുന്ന മകൻ ഡിയോഡലസിന് മുമ്പിൽ വെച്ച് തന്നെ ഭൂമിയിലോട്ട് പതിഞ്ഞ് കടലിലോട്ട് വീണ് മരിച്ചു പോകും. സോ ഇവിടെ ഓവർ ആംബിഷ്യസ് ആവാൻ പാടില്ല എന്നാണ് നമുക്ക് ഒരു ലെസൺ അല്ലെങ്കിൽ ഒരു മോറലായിട്ട് തരുന്നത്. വി ഷുഡ് ഡു തിങ്സ് വിച്ച് ഈസ് പോസിബിൾ, റൈറ്റ്? ചില കാര്യങ്ങൾ പ്രകൃതിയിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു റെഫറൻസാണ് ഇവിടെ തരുന്നത്. സോ ഈ 2 റെഫറൻസ് ഇവിടെ ഓർത്ത് വെക്കണം. കാരണം ചിലപ്പം ചോദിക്കാം MCQയിൽ ഇത് ഏത് മൈഥോളജിക്കൽ സ്റ്റോറിയുമായിട്ടാണ് റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹു ആർ ദി ക്യാരക്ടേഴ്സ് ഹു ആർ റെഫേർഡ് ടു ഇൻ ദിസ് പെർട്ടിക്കുലർ ഹൈപ്പർബോളെ വെയർ the patriot is talking about going and getting the sun. So you have to write Daedalus and Icarus. Okay, I hope that is clear. Now moving on to the 3rd stanza. Alack, it was I who leaped at the sun to give it my loving friends to keep. Not man could do, have I left undone. And you see my harvest, what I reap, this very day. Now a year is run. സോ പേട്രിയോട്ട് പറയാണ്, ഞാൻ എന്നെ സ്നേഹിച്ച ആൾക്കാരോട് ആംബിഷ്യസ് ആവൂ, നിങ്ങളും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കൂ എന്ന് പറഞ്ഞെങ്കിലും അവരാരും അതിലൊന്നും മുതിർന്നില്ല. അലാഖ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സാഡ് ടോൺ, അലാസ് എന്ന് പറയുന്ന പോലെ. എനിക്ക് തന്നെ ഐ ഹാഡ് ടു ലീപ്പ് അറ്റ് ദി സൺ, ഞാൻ തന്നെ വല്ലാണ്ട് ഓവർ ആംബിഷ്യസ് ആയിട്ട് ഇവർ തന്നെ ആ റെസ്പെക്റ്റിനും ഇവർ തന്നെ ആ സ്നേഹത്തിനും പകരമായിട്ട് ഇനിയും എനിക്ക് ഓരോന്ന് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തന്നെയാണ് സൂര്യനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുതിച്ചുയർന്നത്. എന്തിനു വേണ്ടി? എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി. ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ ഒരു റിവാർഡായിട്ട് എന്താണ് എനിക്ക് ലഭിച്ചേക്കുന്നത്? ഇന്നത്തെ ഈ ഒരു ദിവസം. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ എന്നുള്ളതാണ് നമ്മളിനി അടുത്ത സ്റ്റാൻസയിൽ കാണാൻ പോകുന്നത്, റൈറ്റ്? സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റാൻസ. There is nobody on the housetops now, just a palsied few at the window set, for the best of the sight is all alow at the shambles gate, or better yet, by the scaffold's very foot. I trove means I think, right? Scaffold's foot is a platform where the execution is performed. The culprits are executed. They are either hanged or they are beheaded. And Shambles Gate is a gate that leads to the scaffold's foot. So ഇന്നത്തെ ഈ ദിവസം എനിക്ക് ആരെയും തന്നെ അതേ ഹൗസസിൻ്റെ മുകളിൽ കാണാൻ പറ്റുന്നില്ല. ആകെ കൂടി എനിക്ക് കാണാൻ സാധിക്കുന്നത് ജനാലകളുടെ അടുത്ത് നിൽക്കുന്ന സ്വയം നടക്കാൻ പറ്റാത്ത പാൽസീഡായ കുറച്ച് ആൾക്കാരെ മാത്രമാണ്. എല്ലാവരും വേറൊരു സ്ഥലത്ത് ഒത്തുകൂടിയേക്കുവാണ്. എവിടെയാണത്? ഒന്നെങ്കിൽ ഷാമ്പിൾസ് ഗേറ്റിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ സ്കാഫോൾഡ് ഫൂട്ടിൻ്റെ അടുത്ത്. കാരണം അവർക്കെല്ലാവർക്കും ഇന്ന് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് നേരിട്ട് കാണാൻ, എത്രയും അടുത്ത് നിന്ന് കാണാനുള്ള ആഗ്രഹം കാരണം അവരെല്ലാവരും ഒന്നെങ്കിൽ ഷാമ്പിൾസ് ഗേറ്റിൻ്റെ അടുത്തുണ്ടാവും, അല്ലെങ്കിൽ സ്കാഫോൾഡ് ഫൂട്ടിൻ്റെ അടുത്തുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ തിങ്ക് ദേ ആർ ഗോയിങ് ടു ബി there.
Next stanza. I go in the rain, and more than needs, a rope cuts my wrists behind. And I think by the feel of my forehead bleeds, for they fling, whoever has a mind, stones at me for my year's misdeeds. ഞാൻ ഇന്ന് റെയിനിലൂടെ നടന്നു പോകുകയാണ്. റെയിനിലൂടെ നടന്നു പോകുക എന്ന് പറയുമ്പോൾ റെയിൻ പല രീതിയിലും നമ്മൾ പോയംസിൽ കാണാറുണ്ട്. ചില സമയത്ത് റെയിനിനെ ഹാപ്പിനെസ്സുമായിട്ടാണ് റിലേറ്റ് ചെയ്യാറ്, ചില സമയത്ത് ലവ് ആയിട്ടാണ് റിലേറ്റ് ചെയ്യാറ്. ഇവിടെ അതിൻ്റെ മൂഡ് സാഡ്നെസ് ആണ്. കാരണം നമ്മൾ കരയുമ്പോഴും കണ്ണിൽ കൂടെ വെള്ളം വരുന്ന പോലെ തന്നെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്തും മഴയെ റെഫർ ചെയ്യാറുണ്ട്. സോ മഴ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മൂഡ്. സോ ഇവിടുത്തെ ഈ മൂഡ്, നമ്മുടെ പേട്രിയോട്ടിൻ്റെ മൂഡ് ഇസ് സാഡ്. ഹീ ഈസ് ബീങ് ടേക്കൻ ആസ് എ കൾപ്രിറ്റ്. മുമ്പിൽ 2 ഗാർഡ്, പിന്നിൽ 2 ഗാർഡ്, നടുക്ക് ഈ പേട്രിയോട്ടിനെ വെച്ച് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് പെയ്യുന്ന മഴ റെഫേഴ്സ് ടു ദി സാഡ് മൂഡ്, റൈറ്റ്? സോ കൈ രണ്ടും പിന്നിലോട്ട് വലിച്ചു കെട്ടി വെച്ചേക്കാണ്. So the rope which has been used in order to tie his hands at his back, they have tied it in such a manner that he feels his wrist will just cut and fall down. അത്രയ്ക്ക് മുറുക്കിയാണ് കയറ് വെച്ച് കൈ പിന്നിലോട്ട് കെട്ടിയേക്കുന്നത്. ആൻഡ് എനിക്ക് ഫീൽ ചെയ്യാം എൻ്റെ ഫോർഹെഡ് ബ്ലീഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഫോർഹെഡ് ബ്ലീഡ് ചെയ്യുന്നത്? കാരണം ആരുടെയൊക്കെ കയ്യിൽ കല്ലുണ്ടോ അവരൊക്കെ എന്നെ കല്ലെറിയുകയാണ്. എന്തിനു വേണ്ടി? അവർ പറയുന്നത് എൻ്റെ ഈവിൽ ആക്ഷൻസിന് വേണ്ടിയുള്ള ഒരു റിവാർഡാണ് ഇത്. ദേ ആർ ത്രോയിങ് സ്റ്റോൺസ് അറ്റ് മീ ബിക്കോസ് ദേ സേ ഐ ഹാവ് കമ്മിറ്റഡ് സിൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പേട്രിയോൺ ഡസൻറ്റ് ഫീൽ ദാറ്റ് ഹി ഹാസ് കമ്മിറ്റഡ് എനി സിൻ because whatever he did it for his people. That is what he feels. In that process, he doesn't feel or he doesn't realize that he has done something wrong. So anyways, he is being punished. ഇന്നത്തെ ഡേറ്റിൽ എക്സാക്ട്ലി 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ ആൾക്കാർ എന്നെ പണിഷ് ചെയ്യും. The last stanza. Moving on to the last stanza. Thus I entered and thus I go. In triumphs people have dropped down dead. Paid by the world, what dost thou owe me? God might question now. Instead, it's God shall repay. I am safe now. Now the patriot is saying that he has entered the gates of death and now he is ready to go. ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞു ആ ഷാമ്പിൾ ഗേറ്റിലൂടെ. ഇനിയും ഞാൻ പോകാൻ റെഡിയാകുകയാണ്, ഞാൻ മരിക്കാൻ റെഡിയാകുകയാണ്. ദ സ്പീക്കർ ഹാസ് റിസൈൻഡ് ഹിംസെൽഫ് ടു ഹിസ് ഫേറ്റ്. എല്ലാം വിധിക്ക് വിട്ടുകൊടുത്തേക്കുവാണ് സ്പീക്കർ, പേട്രിയോട്ട്. He believes that in victory people drop down dead, but his imperfection will bring him closer to God. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ ഇങ്ങനെ വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴായിരിക്കും മരിച്ചു വീഴുക പെട്ടെന്ന് എന്തെങ്കിലും കാരണവശാൽ. അപ്പോൾ അവരെ ആ ഒരു രീതിയിലാണ് ആൾക്കാർ, ഓ അത്ര നല്ല മനുഷ്യനായിരുന്നു, പാവം പെട്ടെന്ന് മരിച്ചു പോയി, ആ ഒരു ഫീലിങ്ങോടുകൂടി ആൾക്കാർ ഓർക്കുള്ളൂ. പക്ഷേ എന്നെ ഇന്ന് ഇവർ പണിഷ് ചെയ്തിട്ടാണ് എന്നെ ഇന്നിവർ ഇല്ലാണ്ടാക്കുന്നത്. അതുകൊണ്ട് എന്നെ ദൈവത്തിന് കൂടുതൽ ഇഷ്ടമാവും. കാരണം ദൈവത്തിനറിയാം ഞാൻ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന്. ഞാൻ തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ദൈവത്തിന്മേൽ വിശ്വാസം. ദൈവത്തിനറിയാം I have not done anything wrong. So God is going to reward me. Even though these people would punish me, I truly believe in God. I am optimistic. I know God is sitting there in his heaven and he is watching everything that is happening right now here. And I feel that it is good to go from here. I will be very safe in God's hand and God will definitely reward me for all the good things that I have done. So this poem actually ends in an optimistic note and he feels himself very safe in the hands of God. And you know, ഇത് റോബർട്ട് ബ്രൗണിൻ്റെ ഫിലോസഫി ഓഫ് ഒപ്റ്റിമിസത്തിനെ കൂടിയാണ് ഷോ ചെയ്യുന്നത്. ഹി ഹിംസെൽഫ് വാസ് എ വെരി ഒപ്റ്റിമിസ്റ്റിക് മാൻ. അദ്ദേഹത്തിൻ്റെ ലൈഫിലും കുറേ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബട്ട് ഹി ഹാസ് ഓൾവേസ് ബീൻ ഒപ്റ്റിമിസ്റ്റിക്. സോ അതും കൂടിയാണ് ഈ ഒരു പോയത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി കൂടി അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് ഇനിയും വീണ്ടും ഡ്രോപ്ഡ് ഡൗൺ ഡെഡിൽ എന്താ വരുന്നത്? ഏത് ലിറ്റററി ഡിവൈസാണ്, പോയറ്റിക് ഡിവൈസാണ്? ഡി. സോ അഗെയിൻ അലിട്രേഷൻ ഈസ് ബീയിങ് യൂസ്ഡ്.
right? And the contrasting image in the beginning and at the end. ബിഗിനിങ്ങിൽ എല്ലാം നല്ല സന്തോഷമായിരുന്നു, എൻഡ് ആയപ്പോഴത്തേനും എല്ലാം സങ്കടത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ദെൻ മെറ്റഫറിൻ്റെ യൂസേജ് ഞാൻ പറഞ്ഞു. നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ ദ റോസസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ ദേ ആർ ആക്ച്വലി used as a metaphor for the love of people, and myrtle they show the respect. Okay, so I hope I have been able to explain the poem in such a manner that you have understood it. I hope I have not left anything. Please poetic devices പറഞ്ഞിരിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക, റൈറ്റ്? ആൻഡ് ദ ഡ്രമാറ്റിക് മൊണോലോഗിനെ പറ്റി പറഞ്ഞത് ഓർത്ത് വയ്ക്കുക. ഓപ്റ്റിമിസ്റ്റിക് നോട്ടിലാണ് പോയം എൻഡ് ചെയ്യുന്നത്, അതും ഓർത്ത് വയ്ക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. I'll be seeing you with the next poem. I know why the caged bird sings എന്നുള്ള പോയമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. താങ്ക് യു. കീപ് വാച്ചിങ്, കീപ് ഷെയറിങ്. ബൈ ബൈ.